വളവനാട്ടുകാർക്ക് ഉത്സവം എന്ന് പറയുന്നത് കേവലം കലാപരിപാടികളിൽ ഒതുങ്ങുന്നതല്ല. ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് വളവനാട് എന്നുള്ളത്. ഗാനമേള നടക്കുമ്പോഴൊക്കെ തുള്ളുന്നതൊക്കെ ഓക്കെയാണ് കേട്ടോ, അല്ലാതെ തന്നെ തുള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് നീണ്ട 4 ദിവസങ്ങളുണ്ട്. ഇത്തവണ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ അന്നത്തിന്റെ ഉദ്ഘാടന സമയത്ത് പടയണിക്കൊട്ടോട് കൂടിയുള്ള തുള്ളൽ ഉണ്ടായിരുന്നേ. ഉത്സവത്തിന്റെ 8ാം ദിവസം ആരംഭിക്കുന്ന തുള്ളൽ അവസാനിക്കുന്നത് 11ാം ദിവസത്തെ വേലപടയണിയോട് കൂടിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന ഗാനമേളയും നാടൻ പാട്ടൊക്കെ ഉള്ളതാണ്. 8ാം ദിവസം, അതായത് ഇന്നലെ നമുക്ക് കുരുത്തോല പടയണിയായിരുന്നേ. നമ്മൾ സാധാരണ കുരുത്തോല പടയണി കാണാൻ പോകാറില്ല, കാരണം നമുക്ക് കാണേണ്ടത് 9ാം ദിവസത്തെ ചൂട്ടുപടയണിയാണ്. എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സത്യത്തിൽ പറയുകയാണ് കേട്ടോ, ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ഉത്സവം കഴിയുന്ന ഹാങ് ഓവർ നമുക്ക് മാറണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കുവേ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ വെള്ളംകളി ആയതുകൊണ്ട് അതിനിടയിൽ ഇടിയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. പോലീസിന്റെ സഹായം ഉള്ളത് കൊണ്ട് ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് തീർന്നിട്ടുണ്ട്. പിന്നെ വെള്ളംകളി ഇല്ലാതെ എന്ത് ഉത്സവം? വീട്ടുകാർക്ക് ഒരു ചെറിയ സമാധാനക്കുറവൊക്കെ ഉണ്ടാവും, പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല, അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റുള്ള 2 ദിവസം തെക്കേച്ചേരുവരം വടക്കേച്ചേരി, ഇത് ഓരോ വർഷം മാറി മാറി വരുവേ. അവരുടെ വേലപടി തന്നെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച അന്നമില്ലേ, അന്നത്തെ വലിച്ചണ്ട് വന്ന് തുള്ളി അമ്പലത്തിലേക്ക് വരുന്ന ഒരു സാധനമാണ് കേട്ടോ, പടയണിക്കൊട്ടൊക്കെ ഇട്ട്. അതും അടിപൊളിയാണ്. അപ്പൊ ഈ 4 ദിവസം നമ്മൾ സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണേ.